ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. സ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാധാരണ സ്വാഭാവിക മരണമാണ് ഉണ്ടായതെന്നുള്ളതാണ് മകൻ നൽകുന്ന മൊഴിയും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കുറെ നേരമായി അവിടെയുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്താണ് ഇതിൽ പോലീസിന് നൽകാനാകുന്ന ഒരു വിശദീകരണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? അക്ഷയ, അല്പസമയത്തിനകം റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തും, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തും. ഇതിനുശേഷമാണ് മൃതദേഹം പുറത്തെടുക്കുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം എവിടെ സംസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല. ഇവിടെയായിരുന്നു അമ്മയും മകനും താമസിച്ചിരുന്നത്. അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രാവിലെ കണ്ടതാണ്. ഇതൊരു വേലിയേറ്റവും വേലിയിറക്കമൊക്കെ സമയത്ത് വെള്ളം കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കായലിനും കടലിനും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടുകളൊക്കെ സ്ഥിരം ഉണ്ടാകാറുണ്ട്. അവരുടെ വീടിൻ്റെ മുറ്റമാണ് കാണുന്നത്. ഗിരീഷിൻ്റെ ഒരു വിശദീകരണം, വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമായിരുന്നു എന്ന് മാത്രമല്ല, ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പണം കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ കാണുന്ന ഈ അത്യാവശ്യം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായ അവസ്ഥയിലുള്ള വീടിൻ്റെ അകത്ത് ഗിരീഷ് ഒറ്റയ്ക്ക് കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിച്ച്. ഗിരീഷ് ഒറ്റയ്ക്കായിരുന്നില്ല, മക്കൾ അല്പം മാറിയായിരുന്നു താമസിച്ചത്. അവിടെ പോയി മക്കളെ കൂടി വിളിച്ചുകൊണ്ട് വന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ച് മൂടിയത്. പക്ഷേ ഗിരീഷ് ഈ കൈക്കോട്ടൊക്കെ ആയിട്ട് വരുന്നതൊക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇത് ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ളൊരു അഭിപ്രായം. ഗിരീഷ് ചെയ്ത് അത്ര ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്നത് ആ സംഭവം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഭവമല്ലേ ഇത്. സ്വന്തം അമ്മയെ ഇതുപോലെ മറ്റാരെയും അറിയിക്കാതെ പെരയുടെ അകത്ത് തന്നെ കുഴിവെട്ടി മൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ നാട്ടിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ഇന്നേവരെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഷോക്കഡാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളതിൽ. കൊലപാതകത്തിനൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, അതിനെപ്പറ്റി നമ്മളൊരു ഉറപ്പിച്ച് പറയാനുള്ള സാഹചര്യം ആയിട്ടില്ലല്ലോ. വഴക്ക് ഇയാൾ ഉപദ്രവിക്കാരെന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ അയൽവക്കത്തുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കൊലപാതകമാണെന്ന് തീർത്ത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി കൺഫേം. ഈ വെള്ളക്കെട്ടായതുകൊണ്ട് സാധാരണ ഇവിടെ മരിക്കുന്ന ആളുകൾ എവിടെയാണ് സംസ്കരിക്കുക? ഇവിടെ ഈ പ്രദേശത്ത് തന്നെയൊക്കെ സംസ്കരിക്കാൻ ഇത് വെള്ളക്കെട്ടുള്ള വേറെയും പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി സാമ്പത്തികമൊക്കെ എടുത്ത് പല ആളുകളെയും ഇതുപോലെ സംസ്കരിച്ചിട്ടുള്ളതാണ്. ഇയാൾ പറയുന്നതിലൊന്നും യാതൊരു ന്യായീകരണവും ഇല്ല. ശ്മശാനം ഇവിടെ അടുത്തൊന്നുമില്ല. ഒന്നെങ്കിൽ അരൂര് എവിടെയെങ്കിലും പോകും. അതിന് എത്ര രൂപയാവും ഏകദേശം? അവിടെ ഒരു 1000 രൂപ അത്രേ ഉള്ളൂ. 1500 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംസ്കരിക്കും. പിന്നെ ഇവിടുന്ന് മരണപ്പെട്ട ആളിന്റെ രേഖകളുമായിട്ട് പോയാൽ മതി. അപ്പൊ ഈ സംസ്കരിക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് ന്യായമില്ല. ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഇതൊക്കെ ചുറ്റുമുള്ളത്. എന്താ ഈ ഒരാളെ എവിടെയെങ്കിലും മരിച്ചു കിടക്കുക, നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായി നടക്കത്തില്ല, പ്രശ്നമില്ല. അങ്ങനെ നല്ല കൂട്ടായ്മയുള്ളൊരു പ്രദേശമാണ്. ഇപ്പം ഈ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഈ കാണിച്ചത് തെമ്മാടിത്തരം തന്നെയല്ലേ. സ്വാഭാവിക മരണമായിരിക്കാം സംഭവിച്ച്. പക്ഷേ എങ്കിൽ പോലും നമ്മളിവിടെ വന്ന് പറയാൻ പറ്റില്ല ഇന്നപോലെ എൻ്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള സജ്ജീകരണം ചെയ്യും. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഈ കാണിച്ചത് തെമ്മാടിത്തരം നമുക്ക് പറയാൻ പറ്റും.